നമസ്കാരം. ഡ്യൂട്ടിക്ക് മുൻപ് ചക്കപ്പഴം കഴിച്ച KSRTC ഡ്രൈവർമാർ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ കുടുങ്ങി. പന്തളം KSRTC സ്റ്റാൻഡിൽ വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. വീട്ടിലെ തേൻ വരിക്കച്ചക്ക മുറിച്ചപ്പോൾ അതിലൊരു പങ്കുമായാണ് രാവിലെ കൊട്ടാരക്കര സ്വദേശിയായ ഡ്രൈവർ ഡ്യൂട്ടിക്ക് എത്തിയത്. 3 ഡ്രൈവർമാർ അത് കഴിക്കുകയും ചെയ്തു. പിന്നാലെ ഡിപ്പോയിലെ രാവിലത്തെ പതിവ് പരിപാടിയായ ഊതിക്കൽ തുടങ്ങിയപ്പോഴാണ് ചക്കയുടെ തനി സ്വഭാവം മനസ്സിലായത്. ബ്രത്ത് അനലൈസർ 0-ൽ നിന്ന് കുതിച്ചുയർന്ന് 10-ലെത്തി. 3 പേരും കുടുങ്ങി. താൻ മദ്യപിച്ചില്ലെന്നും വേണമെങ്കിൽ രക്തപരിശോധന നടത്താമെന്നും അധികൃതരോട് ഡ്രൈവർ പറഞ്ഞെങ്കിലും മദ്യപാനം കണ്ടെത്താനുള്ള ഉപകരണത്തെ അവിശ്വസിക്കാനും വയ്യാത്ത അവസ്ഥയിലായി അധികൃതർ. പിന്നീട് പ്രതി ആരെന്ന് കണ്ടെത്താൻ ഒരു ടെസ്റ്റ് കൂടി നടത്തി. നേരത്തെ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞ ഒരു ജീവനക്കാരനെ വിളിച്ച് ചക്കപ്പഴം കഴിപ്പിച്ചു. പിന്നീടുള്ള പരിശോധനയിൽ അദ്ദേഹവും ഫിറ്റ്. തേൻവരിക്കാണ് പ്രതിയെന്ന് പിന്നീട് ഉറപ്പിച്ചു. ഇതോടെ ബ്രത്ത് അനലൈസറിൽ കുടുങ്ങിയവരെല്ലാം നിരപരാധികളായി. രാവിലെ 6-ന് ഡ്യൂട്ടിക്ക് ഇറങ്ങും മുൻപ് ഡ്രൈവർമാരിൽ ഒരാളാണ് ആദ്യം ചക്കപ്പഴം കഴിച്ചത്. ഇദ്ദേഹമാണ് ബ്രത്ത് അനലൈസറിൽ കുടുങ്ങിയത്. നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പുളിച്ചാൽ അതിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ കഴിയും. പുളിക്കാൻ സഹായിക്കുന്ന ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങൾ ചക്കപ്പഴത്തിലുണ്ട്. എന്നാൽ ചക്കപ്പഴം ആ അവസ്ഥയിൽ കഴിക്കാൻ പോലും പ്രയാസമായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.